ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പൈപ്പ് ക്ലീനർ മാർക്കറിലേക്ക് ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ രണ്ടറ്റം ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ഒരു വട്ടം കൂടി ഞാൻ ചുറ്റിയെടുക്കുന്നുണ്ട്. ഇത് ആ മാർക്കറിൽ നിന്ന് ഡീമോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ചധികം സ്പൈറൽ ഷേപ്പിലുള്ള സർക്കിൾസ് കിട്ടുന്നുണ്ട്. സർക്കിൾസ് ഓരോന്നും ഞാൻ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഫ്ലവറിൻ്റെ പെറ്റൽസ് എന്ന് പറഞ്ഞത്. സോ പെറ്റലിൻ്റെ ഷേപ്പിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ സർക്കിൾസ് ഒരു വട്ടം കൂടിയിട്ട് സെപ്പറേറ്റ്ലി ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലവറിൻ്റെ ഷേപ്പ് ആക്കാൻ വേണ്ടി സെൻറ്ററിലൊക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നല്ലൊരു ക്യൂട്ട് ഫ്ലവർ ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സ്റ്റെം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്രീൻ കളറിലുള്ള പൈപ്പ് ക്ലീനറാണ് എടുത്തേക്കുന്നത്. സോ ആ പൈപ്പ് ക്ലീനർ ആ ഫ്ലവറിൻ്റെ എക്സസ് പോർഷനിലേക്ക് നല്ല ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് പേളും കൂടി ആ സെൻറ്ററിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കുറച്ചധികം ഫ്ലവേഴ്സ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഓരോ ഫ്ലവേഴ്സും ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബിക്കോസ് നമ്മളൊരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് ആണ് ഇവിടെ ഉണ്ടാക്കുന്നത്. സോ ഓരോ ഫ്ലവേഴ്സ് വെച്ചതിന് ശേഷം അതിൻ്റെ സ്റ്റെമ്മ് നല്ല രീതിക്ക് ഒന്ന് ചുറ്റിയും കൂടി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ലീഫ് പിടിപ്പിക്കണമല്ലോ. സോ ലീഫിന് വേണ്ടിയിട്ട് ഞാൻ B7000 ഗ്ലൂ ആണ് എടുത്തേക്കുന്നത്. സോ ലീഫ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ സൈഡിലും ലീഫ് ഇവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ ഗ്ലൂ ഗൺ വെച്ചിട്ടും നമുക്ക് ലീഫ് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഈ എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു അടിപൊളിയായിട്ടുള്ളൊരു വഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ എല്ലാവർക്കും നമ്മുടെ ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ